അവിടുന്ന് കയറി വരുന്നതാണ്. ഇതിൻ്റെ പുറകിൽ കൂടിയാണ് വെള്ളം ഇങ്ങനെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഇവിടെ 18-ന് ശേഷമാണ് ഇങ്ങനെ. പണ്ടൊന്നും ഇവിടെ ഒരു വെള്ളത്തിൻ്റെ പ്രശ്നമുള്ളതല്ലായിരുന്നു. ഇവിടെ നമ്മൾ ഈ കാണുന്ന ഇവിടുന്ന് രണ്ടായിട്ട് തിരിയുന്നത്, നേരെ പോകുന്നിടത്തും വെള്ളമാണ്, ഇങ്ങോട്ട് പോകുമ്പം രണ്ട് സൈഡ് റോഡ് ചെന്നിട്ട് രണ്ട് സൈഡ് റോഡ് വഴി. പക്ഷെ അവർക്ക് മാറുന്നു സാർ, അവർ അവിടെ നിന്ന് റെസ്ക്യൂ ചെയ്യേണ്ട അവർക്ക് തന്നെ വിൽക്കുന്നോ ഉണ്ട്, അവർക്ക് വേണ്ടെന്ന് അഭാഗത്തുള്ളവർക്കൊന്നും വേണ്ട. ഇവിടെ 13 ഫാമിലി 34 സീനിയർ സിറ്റിസൺസ് 13 പേര്, 5 വയസ്സ് താഴെയുള്ളവരാണ്. ആണുങ്ങൾ 8 പേര്, ആൺകുട്ടികൾ 5, പെൺകുട്ടികൾ 3. പ്രവീണയും കയറ്റിയോട്ടെ. ഈ ബുക്കിലുണ്ടോ നമ്മുടെ പാലപ്പം അമ്മയെല്ലാം കിട്ടിയല്ലോ. കുഞ്ഞിന് എത്ര വയസ്സായി? 1 വയസ്സ്. ഫീലിംഗ് ഉള്ളതാണോ? ഡോക്ടേഴ്സ് ഉണ്ടായിരുന്നു. ജസ്റ്റ് ഇതുപോലെ ഇത് ആദ്യം വന്നപ്പോഴേ ഓപ്പൺ ഡോക്ടേഴ്സ് വന്നപ്പോൾ ജസ്റ്റ് ഇവിടെ പിന്നെ ഹെൽത്തിൻ്റെ ആളുണ്ട്. ഹെൽത്തിൻ്റെ ആളുണ്ട്. മെഡിക്കൽ അറ്റൻഡൻസ് എനിക്ക് അങ്ങനെ ഒരാളുടെ വേണം. പിന്നെ ഈ ഇതെന്തോ ഷുഗർ അങ്ങനെയൊക്കെ ഉള്ള ആരെങ്കിലും ഉണ്ടോ പേഷ്യൻസ്? ആര്? ഇൻസുലിൻ എടുക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ടാബ്ലറ്റുണ്ട്. അത് ശ്രദ്ധിക്കണം പ്രത്യേകം. കാരണം അവർ ഹൈപ്പർഗ്ലൈസീമിയ ആയാൽ പിന്നെ ഹൈപ്പർ ടെൻഷനുള്ള ആരെങ്കിലും ഉണ്ടോ? അവരെയും മോണിറ്റർ ചെയ്യണം കേട്ടോ. ശരി, ഭക്ഷണം കഴിച്ചോ? പോകുന്നില്ലേ വീട്ടിലോട്ട്? വേറെ അസുഖമല്ലോ? പ്രഷറോ ബി പി ഉണ്ടോ? മരുന്ന് കഴിക്കുന്നു? ഇത് തരാനുള്ള ഏർപ്പാട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ കഴിക്കുന്ന മരുന്നിന്റെ പേരൊക്കെ അറിയും കൊടുത്തിട്ടുണ്ട്. തലപ്പാന്ന് പഠിക്കാൻ നോക്കണം കേട്ടോ. വീട്ടിൽ പുറത്തുവല്ലോ കൊണ്ടുവന്നോ? ചൂടുവെള്ളം അംഗൻവാടിയാണ്. അടുത്തുള്ള ഒരിക്കലും അതെന്താ പടി വെച്ചിരിക്കുന്ന അവിടെ ഇതൊക്കെ നടക്കാൻ പറ്റുമോ?
അതൊക്കെ ഡോക്ടേഴ്സ് ഉണ്ട്, നല്ല സ്ട്രോങ് ആണ്. മസിൽ വേദനയാണ് കേട്ടോ, അത് മാറും. സാറ് പിടിച്ചപ്പോഴേ പകുതി മാറി. മേളിലാണുണ്ടോ? മേലുണ്ടോ? അവരുണ്ടോ അവിടെ? അവർ താഴ്ത്ത് പോന്നോ? താഴ്ത്ത്. ഒരു ഹെൽത്ത് അറ്റ്ലീസ്റ്റ് ഒരു നഴ്സെങ്കിലും വേണം. അത് നമ്മളൊക്കെ വൈകുന്നേരം ചെക്കപ്പ് ഓഫീസിലായിട്ട് ടോട്ടൽ ഡീറ്റെയിൽസ് ഒരു വൈറ്റ് പേപ്പറിലോട്ട് എഴുതി തന്നു. ഇത് തന്നെ ഒരു പേപ്പറോട് എഴുതി കൊടുത്താൽ അതിൻ്റെ ഭാഗത്ത് കൊടുത്താണ്. ഇപ്പോൾ എത്ര പേരെ ഒരാൾക്കാർ മെയില് സുരേഷ് വിളിച്ചല്ലേ? വേണ്ടോ പറഞ്ഞു മെയില് ഇത് മതി. ടോട്ടൽ ഇത്ര മാനൊക്കെ ചെന്നപ്പോൾ ഇന്നിപ്പോൾ ഞാൻ വിളിച്ചപ്പോൾ വെള്ളം കഴുകി പോയി 2 മണിക്കൂർ 3 മണിക്കൂർ കംപ്ലീറ്റ് വേണം. ഒരുപാട് 100 ഫാമിലികൾ അഫക്റ്റഡ് ഫാമിലീസ്. അവര് വീടുകളിൽ തന്നെ കഴിയുവാണ്. പിന്നെ കുറേ പേര് ബന്ധു കിട്ടിപ്പോയി. ഞങ്ങളുടെ നേരെ താഴെക്കല്ല ഒരു മനുഷ്യന് വീട് നേതാവ് അദ്ദേഹം തന്നെ വടിയിലാണ് നടക്കുന്നത്. എങ്ങും നടക്കാൻ മേലാറ്റ് 1-2 ആളുകളൊക്കെ സ്റ്റേ ചെയ്യുന്നുണ്ട്. അല്ല അവരാധികത്തിന് സ്റ്റേ ചെയ്യുന്നുണ്ട്. വെള്ളം കുറയുന്നുണ്ട്, ഇറങ്ങുന്നുണ്ട്. ഒരു 1-1.5 അടിയോളം പോകുന്നു. ഞങ്ങളൊക്കെ ഇന്നലെ രാത്രി രാവിലെ നന്നായിട്ട് വെള്ളം വന്നു ഇവരെല്ലാം ഇങ്ങനെ പോകുന്നു. അന്നേരം കുറേ ആളുകളുണ്ട്. അവർ വെള്ളം കുറയുന്നുള്ള പ്രതീക്ഷ പക്ഷെ സേഫ് നമ്മുടെ ക്യാമ്പിൽ പോലും തന്നെയാണ്. രാത്രിയിലൊക്കെ വന്നാൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒരാൾ മേലാതിരിക്കുന്ന ആളുണ്ട്. ഒരു മെഡിക്കൽ എമർജൻസി വന്നാലേ നമുക്ക് പെട്ടെന്ന് അവരെ റെസ്ക്യൂ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. ഇയാൾ തളർന്നിരിപ്പുണ്ട്. വീൽ ചെയറിലൊക്കെയാണ്. പക്ഷെ പുള്ളി പോകുന്നില്ല. രാവിലെ പറഞ്ഞ് വെള്ളം കുറഞ്ഞോളൂ എന്നൊക്കെ ഞാനപ്പോൾ അതിൻ്റെ പൊതുപ്രവർത്തനം. കാരണം എന്തെങ്കിലും ഒരു സ്റ്റെപ്പ് ഉണ്ടായാലേ ഒരുപാട് നമ്മൾ പഴി കേൾക്കേണ്ടി. നമ്മൾ ചെയ്തതൊക്കെ അപ്പോൾ വെറുതെ ഫയർഫോഴ്സ് വന്ന് അതാണ് പ്രശ്നം. അല്ല ഇതൊക്കെ സ്വാഭാവികം സംഭവിക്കുന്നത്. പത്രക്കാരൊക്കെ വന്നിട്ട് പിന്നെ ഇതിനകത്ത് മോശമായ ആയിരിക്കണം. ഇവിടെ താഴത്തെ ഭാഗത്തു നിന്നൊക്കെ മോട്ടോറൊക്കെ ആളുകൾ നീക്കം ചെയ്തായിരുന്നു. എങ്കിൽ നമുക്ക് ഇവിടെ തന്നെ ചെയ്യാം സാറേ. സ്പേസ് ഉണ്ട്. നമുക്ക് പിന്നെ ഇതൊക്കെ നമുക്ക് കിടക്കാൻ ഇവിടെ സൗകര്യം നമ്മൾ ഏർപ്പെടുത്താം. ബാക്കിയുള്ള വെയിറ്റ് ചെയ്യാനുള്ളതൊക്കെ വേണ്ട സൗകര്യമുണ്ട്. നൽകാനുണ്ട് സാർ. ഇതുപോലെ തന്നെ ഉണ്ട്. നമുക്ക് അടിയിൽ ഹലോ ചങ്ങനാശ്ശേരി താലൂക്ക്. ഹലോ ക്യാമ്പ്
തിരിച്ചു വിളിക്കാം. ഞാനത് പറയാം. എന്താ ആ ശരി.